നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 480. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 480. ഇപ്പോൾ നമ്മൾ സർഗം 223 ഭഗീരഥ സൗദാസ ഗഡ്വാംഗ ചരിതം അത് 2 ദിവസമായി തുടങ്ങിയിട്ട്. അപ്പോൾ അതിൽ 32ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയത്. പുത്രനെ കൊല്ലും അച്ഛൻ പോലെന്തൊരന്യായ കർമ്മമാം ബ്രഹ്മഹത്യാ മഹാപാപം അങ്ങു ചെയ്യുക ഒരിക്കലും എന്ന് ബ്രാഹ്മണൻ്റെ ഭാര്യ ബ്രാഹ്മണനെ പിടിച്ചു തിന്നാൻ ശ്രമിക്കുന്ന രക്ഷസനോട് പറയാം. അപ്പോൾ എങ്ങനെയാണ് ആ ബ്രാഹ്മണ സ്ത്രീക്ക് മനസ്സിലായത്? ഒരു രാജാവിന് ശാപം കിട്ടിയിട്ടുള്ളതാണ് 12 വർഷം. അതെങ്ങനെ ഇദ്ദേഹം ഈ ബ്രാഹ്മണ സ്ത്രീ അറിഞ്ഞു? ആ കാലിലൊരു കരുവാളിച്ചുണ്ട്. അതൊക്കെ ഇന്നലെ പറയുണ്ടായി. അത് ഞാൻ ജസ്റ്റ് ഒരു പ്രിയാമ്പിളായിട്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അദ്ദേഹത്തിനെ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളൊരു രക്ഷസല്ല, ശരിക്കും നിങ്ങൾ രാജാവാണ്. അപ്പോൾ ഞങ്ങൾ പ്രജകൾ എന്നുള്ള നിലയ്ക്ക് നിങ്ങളെ മക്കളാണ്. അപ്പോൾ മക്കളെ ആരും കൊല്ലാറില്ല എന്നൊക്കെ വലിയ ആവേശത്തോടു കൂടി ആദർശങ്ങൾ നിരത്തി വയ്ക്കുക ചെയ്യുന്നത്. അപ്പം അടുത്ത ശ്ലോകത്തിൽ എന്താ പറയണത് നോക്കാം. 33. ഭക്ഷിച്ചാലേ കഴിയും എന്നുണ്ടെന്നാൽ ആദ്യം എന്നെ നീ ഭക്ഷിക്കുക, എൻ പ്രിയൻ പോയാൽ പിന്നെ ജീവിക്കുകയില്ല ഞാൻ. ഒരു തുരുപ്പ് ഷീട്ട് ഇട്ടു. തനിക്ക് ഇനിയിപ്പോൾ അങ്ങനെ വിശപ്പുണ്ട്, ഞങ്ങളെ തിന്നണം എന്നുണ്ടെങ്കിൽ ആദ്യം എന്നെ തിന്നോളൂ, പിന്നെ എൻ്റെ ഭർത്താവിനെ തിന്നാണ്ടിരിക്കുക ചെയ്യാം. എന്താ ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, അദ്ദേഹം മരിച്ചാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല, ഞാൻ മരിക്കും. അപ്പോൾ താൻ എൻ്റെ ശവം തിന്നില്ല എന്നുള്ളത് എനിക്ക് പ്രശ്നമല്ല. അപ്പോൾ ഇനി ഏതാ വേണ്ടതെന്നുള്ളത് അങ്ങോട്ട് തീരുമാനിച്ചാൽ മതി. ഇതാണ് ഭാരതീയ സസ്യശാസ്ത്രങ്ങളിൽ സ്ത്രീകൾക്ക് വലിയൊരു പങ്കുണ്ട്. അത് ഇന്ന് ഞാൻ വായിച്ച വിഷ്ണു പുരാണത്തിൽ ഒരു സന്ദർഭം വരുന്നുണ്ട്. ഈ കലികാലത്ത് ഈ ആകെ 4 യുഗങ്ങളാണുള്ളത് അല്ലേ? കൃതയുഗം, അത് കഴിഞ്ഞാൽ ത്രേതായുഗം, അത് കഴിഞ്ഞാൽ ദ്വാപരയുഗം, അത് കഴിഞ്ഞാൽ കലിയുഗം. അപ്പോൾ ആദ്യ യുഗത്തിൽ, ത്രേതായുഗത്തിന് മുമ്പേ കൃതയുഗത്തിൽ 10 വർഷം കൊണ്ട് നേടാവുന്ന ധാർമ്മിക പരിവേഷത്തോടു കൂടിയുള്ള പുണ്യം ത്രേതായുഗത്തിൽ 1 വർഷം കൊണ്ട് നേടാൻ പറ്റുള്ളൂ. അത് നേടാൻ പറ്റും. എന്നാൽ ത്രേതായുഗത്തിലുള്ള പുണ്യം ദ്വാപരയുഗത്തിൽ 6 മാസം കൊണ്ടൊട്ട് നേടാം സാധിക്കും. എന്നാൽ 6 മാസം കൊണ്ട് നേടാവുന്ന പുണ്യം കലിയുഗത്തിൽ പ്രത്യേകിച്ച് ശൂദ്രർക്ക്, പ്രത്യേകിച്ച് ശൂദ്രർക്ക് 1 ദിവസം കൊണ്ട് നേടാവുന്ന. കാരണം കലിയുഗത്തിൽ എന്തേ വേണ്ടു? കേശവ എന്താ പറയുക, കേശവ കീർത്തനങ്ങൾ, കേശവനെ കീർത്തിക്കുക. അത് പുരുഷൻ ചെയ്യേണ്ട കാര്യം, സ്ത്രീ അതും ചെയ്യേണ്ടെന്നാണ് പറഞ്ഞത്. എന്താ അങ്ങനെ പറയാൻ കാരണം? ധാർമ്മികമായ രീതിയിൽ അർത്ഥം സമ്പാദിച്ച് കേശവ കീർത്തനാദികളിൽ പുണ്യം നേടുന്ന പുരുഷന് വേണ്ട ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യുന്ന സ്ത്രീക്ക് 6 ദിവസം കൊണ്ട് പെട്ടെന്ന് എന്ത് കിട്ടും? മോക്ഷം കിട്ടുന്നതാണ്. അപ്പോൾ 2 കാര്യം. കലിയുഗത്തിൽ
ബ്രാഹ്മണരെ പറ്റി എന്തുകൊണ്ട് പറഞ്ഞില്ല ചോദിച്ചാൽ, ബ്രാഹ്മണരെ മമതയ്ക്ക് വേണ്ടി വേദങ്ങളെ വിൽക്കും. അത് അവർക്കൊരു വിനയായിട്ട് മാറും. ശൂദ്രരെപ്പോഴും സർവീസ് ടു ദി മാൻകൈൻഡ്. അപ്പോൾ സമൂഹത്തിൽ ഭേദപ്പെട്ട ബ്രാഹ്മണരെ സേവിക്കണവരാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. പിന്നെ ഈ സേവനാ മനസ്ഥിതി ഉള്ളവർ ചെയ്യുന്ന ഈശ്വരാർപ്പണമായ ജീവിതത്തിൻ്റെ മൂല്യം വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് എനിക്ക് ഓരോ ദിവസം ഓരോ സന്തോഷം കൂടി വരികയാണ്. കാരണം എന്താ, ഞാൻ വായിക്കുന്ന സബ്ജക്റ്റുകളിൽ പറയുന്ന കാര്യങ്ങൾ സാധാരണക്കാരൻ മനസ്സിലാക്കിയിട്ടില്ല എന്ന് എനിക്ക് നിർബന്ധമായിട്ട് പറയാം. കാരണം ഞാനിപ്പോൾ എപ്പോഴും പറയുന്നുണ്ട്, വിഷ്ണുപുരാണം കഴിയാറായി. അപ്പം എന്തായി, വിഷ്ണുപുരാണവും പത്മപുരാണവും രണ്ടും അഡീഷണൽ ഞാൻ വായിച്ചു കഴിഞ്ഞു. രാമായണം ഇതിഹാസമാണ്, മഹാഭാരതം ഇതിഹാസമാണ്, 6 വോള്യം അതും വായിച്ചു കഴിഞ്ഞു. അപ്പോൾ 2 ഇതിഹാസങ്ങൾ ഞാൻ പഠിച്ചു. പിന്നെ ദേവി ഭാഗവതം, ഭാഗവതം 2 പുരാണങ്ങൾ, ഇത് 2, അപ്പോൾ 4 ആയി. പിന്നെ സ്കന്ദപുരാണം ഞാൻ ശരിക്കും 41 ദിവസത്തിനുള്ളതാണ്. അതിപ്പോൾ 7 ദിവസത്തിന് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മസാലകളുള്ള ഭാഗങ്ങൾ ഞാൻ അറിയേണ്ടതല്ലേ. അപ്പോൾ ഈ വിഷ്ണുപുരാണം കഴിഞ്ഞാൽ ഞാൻ ബാക്കി ആദ്യത്തെ പിന്നെ എന്താണെന്ന് പറയുക, വൈഷ്ണവപരമായിട്ടുള്ള പുരാണങ്ങൾ ഞാൻ ആദ്യം വായിച്ച് തീർക്കുക. എന്നാൽ പിന്നെ മറ്റുള്ളത് കുറേ കൂടി ഈസി ആയിട്ട് വരും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ വായിച്ചത് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യണമെന്ന് മാത്രം. അതുകൊണ്ടാണ് ഈ കേശവ കീർത്തനങ്ങൾ അല്ലെങ്കിൽ ശ്രീഹരി കീർത്തനങ്ങളിൽ കൂടി അർത്ഥം അറിഞ്ഞ് ജപിക്കണമെന്നേ ഉള്ളൂ. അർത്ഥം അറിഞ്ഞാൽ ആ ഭാവം നമുക്ക് വരും. ആ ഭാവം വന്നാൽ മുമുക്ഷുത്വം ഉറപ്പായി. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്, ഭക്ഷിച്ചാലേ കഴിയൂ എന്നുണ്ടെന്നാൽ ആദ്യം എന്നെ നീ ഭക്ഷിക്കുക, എൻ പ്രിയൻ പോയാൽ പിന്നെ ജീവിക്കുകയില്ല ഞാൻ. 34-ാമത്തെ ശ്ലോകം നോക്കാം. ഈ മട്ട് അവൾ കരഞ്ഞ് അത്ര കെഞ്ചിയും വിപ്രവര്യനെ വ്യാഘ്രം പശുവിനെ പോലെ തിന്നു ശാപവിമോഹിതൻ. അപ്പോൾ ഈ മട്ട് അവൾ കരഞ്ഞ് എത്ര കെഞ്ചിയും വിപ്രവര്യനെ, കാരണം ഇയാള് ഒരു പുലിയുടെ വ്യാഘ്രം എന്ന് പറഞ്ഞ പുലിയുടെ രൂപത്തിലാണ് രക്ഷസായിട്ട് വന്നിട്ടുള്ളത്. വിപ്രവര്യനെ വ്യാഘ്രം പശുവിനെ പോലെ തിന്നു ശാപവിമോഹിതൻ. ശാപത്തിൽ നിന്ന് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് അയാളത് ചെയ്തത്. അപ്പോൾ ഇവിടെ ഗർഭദാനേശ്ചുവാം തൻ കാന്തനെ രാക്ഷസൻ ആവിധം തിന്മതായി കണ്ടു ദുഃഖിച്ചു വിപ്രസ്ത്രീ ശാപമേകിനാൾ. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ ശപിക്കാനുള്ള ശക്തിയുണ്ട്. കാരണം നമ്മൾ ലൗകിക രീതിയിൽ സ്ത്രീകളെ അബലകളെന്ന് പറഞ്ഞാലും ആധ്യാത്മികമായിട്ട് പറയുമ്പോൾ സ്ത്രീ എപ്പോഴും ആരാധ്യമാണ്. അമ്മയാണെങ്കിലും പെങ്ങളാണെങ്കിലും ഭാര്യയാണെങ്കിലും മരുമകളാണെങ്കിലും. ഈ പ്രോസസ്സ് 4 പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അച്ഛനാലും സഹോദരനാലും ഭർത്താവിനാലും മകനാലും സംരക്ഷിക്കപ്പെടേണ്ടവളാണ് സ്ത്രീ. അപ്പോൾ സ്ത്രീ ചെയ്യുന്ന ധാർമ്മികതയ്ക്ക് പുണ്യം കൂടും. അതാണ് സ്ത്രീനെ കുടുംബത്തിൻ്റെ വിളക്കെന്നൊക്കെ പറയും. പക്ഷേ ഇപ്പോൾ സ്ത്രീകൾ അവരവരുടെ മൈറ്റ് എന്താണെന്ന് അറിയാതെ കണ്ട് തുച്ഛമായ ശാരീരിക സുഖത്തിന് വേണ്ടി ജന്മം പാഴാക്കുകയാണ് എന്നുള്ള സത്യസന്ധമായിട്ടുള്ള ഒരു വിവരം എനിക്ക് നിങ്ങളോട് പറയാണ്ടിരിക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഗർഭദാനേശ്ചുവാം തൻ കാന്തനെ. അപ്പോൾ ഇവർക്ക് കുട്ടികളായിട്ടില്ല. കാരണം ഇവർ പുതുമുള്ളവരാ, വിവാഹം കഴിഞ്ഞ് പുതുമുള്ളവരാണ്. അപ്പോൾ ഗർഭദാനേശ്വാം തൻ കാന്തനെ രാക്ഷസൻ ആവിധം തിന്മതായി കണ്ടു ദുഃഖിച്ചു വിപ്രസ്ത്രീ ശാപമേകിനാൾ. എന്താണ് ശാപം? കാമാർത്ഥയാം എൻ പ്രിയനെ തിന്ന നീചനരാധമ. എൻ്റെ ഭർത്താവ് ലൈംഗിക വീഴ്ചയിൽ പുറപ്പെടുകയായിരുന്നു. അതായത് കാമകേളികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ നീ ഞങ്ങളെ ആക്രമിക്കണത്. അതുകൊണ്ട് കാമാർത്ഥയാം എൻ പ്രിയനെ തിന്ന നീച നരാധമാ. നീയും നിൻ പെണ്ണിനെ തൊട്ടാലുടൻ ചാകും അസംശയം.
നീയെ ഇനി നിൻ്റെ ഭാര്യനെ തൊട്ടാൽ നിൻ്റെ തല പൊട്ടിത്തെറിച്ച് മരിക്കും. അതാണ് ശാപം. അപ്പോൾ പറഞ്ഞു, ഈ വിധം ചൊല്ലിയ സാധി കുളിച്ച ഈറനോടെ അഗ്നിയിൽ ഭർത്താവിൻ അസ്ഥി ഹോമിച്ചു തൻ പുണ്യഗതി പൂകിനാൾ. അതായത് ഭർത്താവിൻ്റെ അസ്ഥികൾ പെറുക്കി തീയിൽ വെച്ചു, അതിൽ കുളിച്ച് ഈറിനോടുകൂടി ദേഹത്യാഗം ചെയ്തു. വളരെ വൈബ്രേഷനുള്ള കാര്യങ്ങൾ അതൊക്കെ. ആ സ്ത്രീയുടെ മാനസികാവസ്ഥ. ഈ വിധം ചൊല്ലിയ സ്വാധി ഈ വിധം ചൊല്ലിയ സാധി കുളിച്ച ഈറനോട് അഗ്നിയിൽ ഭർത്താവിൻ അസ്ഥി ഹോമിച്ചു. കാരണം മാംസക്കാൾ തിന്നൂല പുലിയായിട്ട്. തൻ പുണ്യഗതി പൂകിനാൾ ശാപം കഴിഞ്ഞു സൗദാസൻ പ്രിയപര്യങ്കമേറവേ തടഞ്ഞാൾ നാഥനെ ഉടൻ ബ്രാഹ്മണി ശാപമോർപ്പവൾ. അപ്പോൾ ഈ വിവരം ആർക്കും അറിയാം? ഈ സൗദാസൻ എന്ന് പറയുന്ന ആളുടെ പത്നിക്കറിയാം. അപ്പോൾ ശാപം കഴിഞ്ഞ് അതായത് രാക്ഷസൻ അല്ലെങ്കിൽ ഈ വേഷം മാറിയിട്ടുള്ള പുലി എന്നുള്ള അവസ്ഥ എന്നൊക്കെ മാറി ഈ ശാപം കഴിഞ്ഞ് 12 വർഷമല്ലേ വേണ്ടു. സൗദാസൻ പ്രിയപര്യങ്കമേറവേ, അതായത് ഭാര്യ കിടക്കുന്ന കട്ടിലേൽ ചാടിക്കാറാൻ നോക്കി ഇയാളെ. തടഞ്ഞാൾ നാഥനെ ഉടൻ. നിക്ക എന്താ കാരണം? ബ്രാഹ്മണി ശാപമോൾപ്പവൾ. ഒരു ബ്രാഹ്മണ സ്ത്രീയുടെ ശാപമുണ്ട് അങ്ങക്ക്. വെറുതെ എന്നെ തൊട്ടിട്ട് തല പൊട്ടിത്തെറിക്കേണ്ട ആവശ്യമില്ല. സ്ത്രീ സംഘം തീരെ വിട്ടയാൾ അപ്രജൻ. പ്രജകൾ കുട്ടികളൊന്നും ഉണ്ടായില്ല. സ്ത്രീ സംഘം തീരെ വിട്ടയാൾ അപ്രജൻ മദയന്തിയിൽ ഗർഭദാനം അപേക്ഷിക്കേ. മദയന്തിയാണല്ലോ ഭാര്യ. മദയന്തിയിൽ ഗർഭദാനം അപേക്ഷിക്കേ വസിഷ്ഠൻ ചെയ്തു സുവ്രതൻ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ രാജാവ് പറഞ്ഞു, എനിക്ക് ഇനി രാജവംശം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഭാര്യനെ വിവരമുള്ള ഒരാളുടെ കുട്ടി ഉണ്ടാവണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങയുടെ ഗുരു വസിഷ്ഠനോട് പറയാണ്, സ്ത്രീ സംഘം തീരെ വിട്ട അപ്രജൻ മദയന്തയിൽ ഗർഭദാനം അപേക്ഷിക്കേ വസിഷ്ഠൻ ചെയ്തു സൂരതൻ. ഇതിങ്ങനെ പറയുമ്പോൾ നമ്മൾക്ക് ലൈംഗികമായിട്ടുള്ള കാര്യമായിട്ട് തോന്നരുത്. തോന്നിയാൽ അതിനർത്ഥം നമ്മുടെ മനസ്സ് അതിന് പരിപക്വതയായിട്ടില്ല. ഡിവൈൻ ആക്ടിവിറ്റീസിനെ മനനം ചെയ്യാൻ നമ്മളായിട്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഐ ആം വെരി സ്ട്രേറ്റ് ഫോർവേഡ് ഇൻ ദിസ്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം ഐ ആം 72. ഇത് കേൾക്കുന്നവർ പലരും പല ഏജ് ഗ്രൂപ്പിലുള്ളവരാണ്. ബട്ട് ഓഫ് കോഴ്സ് ആഫ്റ്റർ 50 അതെനിക്കറിയാം. മറ്റത് വളരെ ദൂരമുള്ള ആൾക്കാരേ ഉണ്ടാവുള്ളൂ, 1-2. അപ്പോൾ എനിക്ക് പൊതുവെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ശാരീരിക വീഴ്ച എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുട്ടികൾ ചെയ്യുന്നത് തെറ്റാണെന്ന് കൂടി ഞാൻ പറയും. യങ്സ്റ്റേഴ്സ് ഇതെന്തോ ചില കാമക്കേളികൾ, അങ്ങനെയല്ല. ഇത് ഈശ്വരോപാസനയുടെ ഒരു ഭാഗമാണ്. ശഹശയനം ചെയ്യുക, ഭാര്യയെ പോവുക, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ വീഴ്ചയ്ക്ക് സ്വീകരിക്കുക എന്നുള്ളത് ഒരു ഡിവൈൻ ആക്ടിവിറ്റിയാണ്. ഈശ്വരാനുഗ്രഹം ഇല്ലാതെ കൊണ്ട് അതിൽ നിന്നൊരു ഫലം ഉണ്ടാവാൻ പോകുന്നില്ല. നേരെ മാത്രമല്ല, ഈശ്വരോപാസന ചെയ്തിട്ടില്ലെങ്കിൽ ഓട്ടിസം അല്ലെങ്കിൽ അതേപോലെ ബുദ്ധിയില്ലായ്മ, അങ്ങനെ പല ഏനക്കേടുകൾ വരാനും സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അടുത്ത ശ്ലോകം, 7 ആണ്ടായും പെറ്റിടാകെ. 7 ആണ്ട്, അതായത് വേദവ്യാസർ ഗർഭദാനം ചെയ്തു. 7 ആണ്ടായും പെറ്റിടാകെ വസിഷ്ഠൻ ഒരു കല്ലിനാൽ തട്ടിനാൻ വയറിനൊട്ട് പിറന്നാൻ അവൻ അശ്മകൻ. അശ്മകൻ എന്നാണ് പേര്. അശ്മകൻ. അതായത് ഇതെന്ത് ചെയ്തു? 7 ആണ്ട് കഴിഞ്ഞു, പ്രസവിക്കണില്ല. അപ്പോൾ വസിഷ്ഠൻ ഒരു കല്ല് കൊണ്ട് വയറിനൊട്ടു തട്ടിനാൻ വയറിന്.
അപ്പോൾ എന്ത് ചെയ്തു? പിറന്നാൻ അവൻ അശ്മകൻ, ഒരു കുട്ടി പ്രസവിച്ചു. തന്മകൻ നാരിമാർ ചുറ്റും നിന്നു രക്ഷിക്ക കാരണം. അപ്പോൾ സ്ത്രീകൾ 4 പുറത്ത് നിന്നിട്ട് ഈ കുട്ടീനെ എടുത്ത് കുളിപ്പിക്കുക, അങ്ങനെയുള്ള രക്ഷാധികാരികളൊക്കെ ചെയ്തു. തന്മകൻ നാരിമാർ ചുറ്റും നിന്നു രക്ഷിക്ക കാരണം നാരീകവചനാം ക്ഷത്രം നിർത്തിയോൻ മുലകാഖ്യനായി. അതെ. അപ്പം നാരീകവചനാം ക്ഷത്രം നിർത്തിയോൻ, അതായത് ക്ഷത്രം നിർത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലനിർത്തുക. നിർത്തിയോൻ മൂലാഖ്യനായി തൻ പുത്രനാം ദശരഥൻ അവൻ ഇടവിടൻ മകൻ. തൻ പുത്രനാം ദശരഥൻ അവർ നൈഢവിടൻ മകൻ. പിന്നെ വിശ്വസഹൻ. വാക്കുകൾ എനിക്ക് തന്നെ ചിലപ്പോൾ തെറ്റുന്നുണ്ട് കേട്ടോ, ഇനി അതിനെപ്പറ്റി നമുക്ക് പ്രശ്നം എന്ന് വിചാരിക്കണ്ട. പിന്നെ വിശ്വസഹൻ തൻ പുത്രനാം ഗഡ്വാംഗഭൂമിപൻ. അപ്പോൾ ഇവിടെ 3 ആൾക്കാരെ പറഞ്ഞു. അതിൽ എല്ലാവരുടെ കാര്യം 2 ആളിനെയും പറഞ്ഞു. ആരെ? ഭഗീരഥൻ ഗംഗേനെ കൊണ്ടുവന്നു, സൗദാസൻ്റെ കഥയും കഴിഞ്ഞു. ഇനി വേണ്ടത് ഗഡ്വാങ്കൻ എന്നുള്ളതാണ്. പക്ഷേ ഗഡ്വാങ്കൻ ശരിക്കും പറയുകയാണെങ്കിൽ 3-4 ഈ സൗദാസനിൽ നിന്ന് 3-4 ജനറേഷൻ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ തൻ പുത്രനാം ദശരഥൻ അവൻ ഐഢവിടൻ മകൻ. പിന്നെ വിശ്വസകൻ തൻ പുത്രനാം ഗഡ്വാംഗഭൂമിവൻ വിണ്ണോരർത്തിച്ചു പോർ ചെയ്തു. അപ്പോൾ ഈ ഗഡ്വാങ്കൻ എന്ത് ചെയ്തു? ദേവന്മാർ വന്നിട്ട് ഇദ്ദേഹത്തിനോട് അഭ്യർത്ഥിച്ചു, ഞങ്ങളും അസുരന്മാരും കൂടി യുദ്ധം ചെയ്യുന്നുണ്ട്, അപ്പം ഞങ്ങൾക്ക് വിജയം വേണമെന്നുണ്ടെങ്കിൽ അങ്ങയുടെ സഹകരണം വേണം. അപ്പോൾ പിന്നെ ദേവലോകത്തുള്ളവർക്ക് കാര്യം നടക്കാൻ ഈ ഭൂമിയിലുള്ള രാജാക്കന്മാർ വേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ ഈ കഥകളുടെയൊക്കെ ഉദ്ദേശം എന്താ? ഭൂമിയിലുള്ള രാജാക്കന്മാരെയും പ്രജകളെയും നേരായ വഴിക്ക് നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഭഗവാന്റെ അവതാര ഉദ്ദേശം സ്വർഗത്തിലുള്ള ആൾക്കാരെ നേരാക്കലല്ല, ഭൂമിയിലുള്ള ആൾക്കാരെ നേരാക്കലാണ്. ഇതാണ് നമ്മൾ മറന്നു പോകുന്ന സത്യം. അപ്പോൾ വിണ്ണോരർത്തിച്ചു പോർ ചെയ്തു ദൈത്യരെ കൊന്ന വിക്രമി ഒരേ മുഹൂർത്തം ആയുസ്സെന്നറിഞ്ഞുടനെ ആ മഹാൻ. അപ്പോൾ ഈ ദേവലോകത്ത് പോയിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ദേവലോകത്തേക്ക് എത്താൻ ഒരുപാട് സമയം വേണം. അപ്പോൾ യുദ്ധം കഴിഞ്ഞ സമയത്ത് അദ്ദേഹം ചോദിച്ചു, എനിക്കിനി എത്ര കാലം ആയുസ്സുണ്ട് എന്ന്. അപ്പോൾ ദേവന്മാർ പറഞ്ഞു, അതിപ്പോൾ എന്താ ഇപ്പോൾ ചെയ്യുക? ഒരു മുഹൂർത്തം, അതായത് 3.25 നാഴികയുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? പിന്നെ അപ്പോൾ വിണ്ണോരർത്തിച്ചു പോർ ചെയ്തു തെരെ കൊന്ന വിക്രമി ഒരേ മുഹൂർത്തം ആയുസ്സെന്നറിഞ്ഞുടനെ ആ മഹാൻ പണ്ടുള്ള മഹിതാത്മാക്കൾ പോലെ തൻ പുണ്യസാധന ചെറ്റു ചിന്തിച്ചുറപ്പിച്ചു ഭഗവത് ധ്യാനമഗ്നനായി. ഒരു നാഴികയുള്ളൂ വിചാരിച്ചാലും, അല്ല മുഹൂർത്തം 3.25 നാഴികയുള്ളൂ വിചാരിച്ചാലും ആ 3.25 നാഴിക രാജാവ് എന്നുള്ള പരിവേഷം എടുത്തു വെച്ച്, അതായത് കിരീടവും ചെങ്കോലും സിംഹാസനത്തിൽ വെച്ച് അടുത്ത തലമുറക്കാരനെ രാജാവാക്കി അദ്ദേഹം എന്ത് ചെയ്തു? ഈശ്വരാർപ്പിതമായ മനസ്സോടുകൂടി ധ്യാനിക്കാൻ തുടങ്ങി. ഇതിൻ്റെ അപാകതയോ അല്ലെങ്കിൽ ഇതിൻ്റെ പോരായ്മയോ ആണ് നമ്മൾ ദുഃഖിക്കുന്നത്. ഈശ്വരനെ ധ്യാനിക്കാനുള്ള സന്ദർഭം നമ്മൾക്ക് കിട്ടാതെ കണ്ടാവുമ്പോൾ നമ്മൾ ദുഃഖിക്കേണ്ടി വരും. എനിക്കിത് പറയാൻ അധികാരമുണ്ട്. കാരണം എന്താ? ഞാൻ ലൗകികത്തിൽ എല്ലാം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഭാര്യയുടെ സുഖവും കുട്ടികളുടെ സുഖമൊക്കെ ഞാൻ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് എന്താണെന്നാ പറയുക, സമ്പത്ത് ഇല്ല എന്നുള്ളൊരു ധാരണ എന്നെ അലട്ടിയിട്ടില്ല. കാരണം ഐ ആം വെരി സ്ട്രോങ്. എൻ്റെ മെൻ്റൽ ആറ്റിറ്റ്യൂഡ്, പല ബാധ്യതകളുണ്ടെങ്കിലും ഞാൻ എൻ്റെ ചേച്ചിയുടെ മോളുടെ കല്യാണത്തിന് ഞാൻ 9 മാസം മുമ്പേ വാങ്ങിയ ബ്രാൻഡ് ന്യൂ എസ്റ്റീം കാറിൽ ഒരു മഹാരാഷ്ട്രൻ പയ്യനെ ഡ്രൈവറായിട്ട് വെച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടി വന്ന് കല്യാണം കൂടിപ്പോയി. 1,60,60,000 റുപ്യ നഷ്ടത്തിന് ഞാൻ 4,05,000 കാർ വിറ്റു. എനിക്കതൊന്നും പ്രശ്നമല്ല.
ഒരു സാധാരണക്കാരനൊക്കെ ഒരു കാറ് വാങ്ങിയിട്ട് 9 മാസം കൊണ്ട് 9,981,000 ബാങ്കിലും അടച്ച് 1,60,60,000, അപ്പോൾ 2,41,000 രൂപ നഷ്ടത്തിൽ. ഒരു അന്ന് ഒരു സിംഗിൾ ഏണിംഗ് മെമ്പറാണ്. അതാണ് ഇത് 2006 ഒക്ടോബർ മാസത്തെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ചരച്ച മുട്ട മണിയടിച്ച ചോറ്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഈശ്വരൻ പ്രത്യക്ഷത്തിൽ എനിക്ക് ഈശ്വരോപാസനയിൽ വിമുഖത ഇല്ലാതെണ്ടിരിക്കാൻ വേണ്ടി എന്നെ ഏതൊക്കെ രീതിയിൽ രക്ഷിച്ചിട്ടുണ്ട്, ആരേനൊക്കെ എൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഈശ്വരൻ്റെ ഏജൻ്റായിട്ട് എനിക്ക് പല സഹായങ്ങളും ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വികാരാധീനനാവണത്. വിചാരം കൊണ്ട്, ആ വിചാരം, അതായത് മനുഷ്യന് പ്രവൃത്തി മാർഗം നിവൃത്തി മാർഗം, ഇങ്ങനെ 2 മാർഗമുണ്ട്. അതിപ്പോൾ വിഷ്ണു പുരാണത്തിൽ ഞാൻ കുറേ കൂടി പഠിച്ചു. അപ്പോൾ യാഗം ചെയ്യുക, യജ്ഞം ചെയ്യുക എന്നുള്ളത് പ്രവൃത്തി മാർഗമാണ്. നേരെ വെച്ച് നിവൃത്തി മാർഗം എന്നുള്ളത് കേശവ ഈശ്വരനെ, അതായത് എന്താണെന്ന് പറയാം, അച്യുതാനന്ദ ഗോവിന്ദ, അച്യുതൻ, ച്യുതിരഹിതനായിരിക്കുന്ന ഭഗവാൻ അച്യുതൻ, ആനന്ദൻ, അച്യുതൻ ആനന്ദം തരാൻ കഴിവുള്ളവൻ, അച്യുതൻ ആനന്ദൻ, ആനന്ദ ഗോവിന്ദ, അറിവിൻ്റെ നാഥനാണ് ഗോവിന്ദൻ. ആ 3 പര്യായങ്ങളിൽ എന്തൊക്കെ അർത്ഥതലങ്ങളുണ്ടോ അതൊക്കെ ഭഗവാൻ എനിക്ക് വശത്താക്കി തന്നു. അതുകൊണ്ട് എനിക്ക് കൂടുതൽ എന്താണെന്നാ പറയുക, ഉത്തേജകം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു സ്പിരിറ്റ്, ഒരു പോസിറ്റീവ് എനർജി എനിക്ക് ഭഗവാൻ തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് പറയാം, അത് ഈശ്വരനെ ധ്യാനിക്കൂ, പഠിക്കൂ, കേശവ കീർത്തനങ്ങളെ കൊണ്ട്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്, അപ്പോൾ പറഞ്ഞു, പണ്ടുള്ള മഹിതാത്മാക്കൾ പോലെ തൻ പുണ്യസാധന ചെറ്റു ചിന്തിച്ചുറപ്പിച്ചു ഭഗവത് ധ്യാന നിമഗ്നനായി. ഇഷ്ടപ്പെട്ടില്ല ഞാൻ ദൈവം പോലാം വിപ്രരെ എന്നിയേ. അതായത് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ദൈവം പോൽ ആ വിപ്രരെന്നിയേ. രാജ്യം ധനം ഭാര്യാപുത്രൻ പ്രാണൻ എന്നല്ല മോക്ഷവും. എനിക്ക് അതായത് അദ്ദേഹത്തിന് ഒന്നിനും താല്പര്യമില്ല. ഏതിലെ ഇവിടെ പറയണ്ടായി, ഇഷ്ടപ്പെട്ടില്ല ഞാൻ ദൈവം പോൽ ആ വിപ്രരെ എന്നിയേ. അതായത് വിപ്രന്മാരോട് എനിക്ക് അധികം ഇഷ്ടമുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ രാജ്യം ധനം ഭാര്യ പുത്രൻ പ്രാണൻ, എൻ്റെ ജീവൻ പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ. അപ്പോൾ എന്നല്ല മോക്ഷത്തിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. അസൂയ പകമുമ്പായ ദുഷ്ടഭാവമൊരിക്കലും ചെറുപ്പത്തിലും എന്നുള്ളം തീണ്ടിയിട്ടില്ലതേ വരെ. അതായതാണ് ട്രാൻസ്പെറൻസി, ഒരു ധവളപത്രമാണ്. കാരണം ഈശ്വരനോട് ഒന്നും ഞാൻ അർത്ഥിച്ചിട്ടില്ല, പിന്നെ ധർമ്മത്തിനെതിരായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അതാണ് അസൂയ പകമുമ്പായ ദുഷ്ടഭാവം ഒരിക്കലും ചെറുപ്പത്തിൽ എന്നുള്ളം തീണ്ടിയിട്ടില്ലതേ വരെ. പിന്നെന്താ വേണ്ടത്? എന്നിട്ടോ ധർമ്മസ്വരൂപനാം സർവേശ്വരൻ എങ്ങെങ്ങും ഏതിലും വിളങ്ങിയിടുന്നതായി കാണും സജ്ജനാനുഗ്രഹത്തിനാൽ. അപ്പോൾ ഇദ്ദേഹം എല്ലാം ഈശ്വരമായിട്ട് ജഡഭരതനെ പോലെയാണ്. ഈ ജഡഭരതൻ യാഗയജ്ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല അല്ലേ? അതേപോലെ ധർമ്മസ്വരൂപനാം, ഈശ്വരൻ്റെ രൂപം എന്താ? ധർമ്മസ്വരൂപൻ, ധർമ്മം സ്വരൂപമായിട്ടുള്ളവൻ. ധർമ്മസ്വരൂപനാം സർവേശ്വരൻ എങ്ങെങ്ങും ഏതിലും വിളങ്ങിയിടുന്നതായി കാണും സജ്ജനാനുഗ്രഹത്തിനാൽ. ദിക്പാലരായ വിണ്ണോറുകൾ അഭീഷ്ടവരമേകിയും, ദേവന്മാരെ വളരെയധികം അനുഗ്രഹാശിസുകൾ തന്നിട്ടുണ്ട്, വരങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതും അദ്ദേഹം വാങ്ങിയില്ല ഞാൻ. അതായത് അപ്പോൾ പ്രത്യുപകാരമായി, അതായത് ക്രയവിക്രയായി
എനിക്ക് യുദ്ധം ചെയ്യാനുള്ള താല്പര്യം അങ്ങേയറ്റാണ്, ഞാൻ നല്ലൊരു യോദ്ധാവാണ്, അല്ലെങ്കിൽ ഞാൻ വലിയ ഒരു അധിരഥനാണ് എന്നറിഞ്ഞിട്ടാണല്ലോ ദേവന്മാർ എന്നെ യുദ്ധത്തിന് വിളിച്ചത്. അപ്പോൾ ആ യുദ്ധത്തിൽ അസുരന്മാരെ വധിച്ചു, ദേവന്മാരെ രക്ഷിച്ചു, ദേവന്മാർ രക്ഷപ്പെട്ടു. അപ്പോൾ അതിന് ഞാൻ വരം വാങ്ങിയാൽ എന്തായി? ക്രയവിക്രയായി. അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ പറഞ്ഞു മനസ്സിളക്കും ദിക്പാലരായ വിണ്ണോർകൾ അഭീഷ്ടവരമേകിയും വാങ്ങിയില്ല ഞാൻ ഈശ്വരാർത്ഥിക്കതെല്ലാം ബാധമാത്രമാം. ഈശ്വരീയതയെ കൂടെ ജീവൻ രക്ഷപ്പെടുത്തണമെന്ന് വിചാരിക്കുന്നവർക്ക് ഈ ദക്ഷിണ വാങ്ങണതും ഒക്കെ അബദ്ധമായിട്ട് മാറും. അതാണ് എൻ്റെ ഗുരുനാഥൻ എനിക്ക് കോഷൻ ചെയ്തത്. ഡോണ്ട് ബിക്കം എ പ്രൊഫഷണൽ, റിമെയിൻ ആസ് ആൻ അമേച്ചർ. സമ്പത്തില്ലെങ്കിലും നീയെ, ധനവാനായിട്ടില്ലെങ്കിലും നീയെ അഷ്ടിക്ക് ബുദ്ധിമുട്ടില്ല എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. കാരണം എന്താ? ഞാനൊരു ഗവൺമെൻറ് പെൻഷനറാണ്, റേഷൻ വാങ്ങാനുള്ള കാശുണ്ട്. അസുഖം വരാണ്ട് ഭഗവാൻ നോക്കിയാൽ മതി. അതുകൊണ്ടാണ് പറഞ്ഞത് ദിക്പാലരായ വെണ്ണോർകൾ അഭീഷ്ടവരമേകിയും വാങ്ങിയില്ല ഞാൻ ഈശ്വരാർത്ഥിക്കതെല്ലാം ബാധമാത്രമാം. അപ്പോൾ ഞാൻ തന്നെ പലപ്പോഴും പറയാറുണ്ട്, ഒന്നുമില്ലെങ്കിൽ എന്തിനാ 1,00,000 രൂപ കൊടുത്തിട്ട് ഇൻ്റർലോക്ക് ചെയ്ത്, അല്ലെങ്കിൽ 1,50,000 രൂപ കൊടുത്ത് എന്തിനാ പൂജ ചെയ്ത്? അപ്പോൾ കുറേശ്ശെ ഉണ്ടായിട്ടുള്ള സമ്പാദ്യം ഞാൻ ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ കടങ്ങൾ വീട്ടുകയാണ്. പ്രശ്നമുണ്ടോ? ലൗകികമായിട്ടുള്ള ഗ്രഹപ്പഴകൾക്ക് സാക്ഷിയാവാണ്ട്, അല്ലെങ്കിൽ അതിൽ അലോരസം വിചാരിക്കാണ്ട് വീട്ടുക. അതുകൊണ്ടാണ് വാങ്ങിയില്ല ഞാൻ ഈശ്വരാർത്ഥിക്കതെല്ലാം ബാധമാത്രമാം. എവിടെയെങ്കിലും പോയി ദക്ഷിണ വാങ്ങിയാൽ അതൊരു ബാധയായിട്ട് മാറും. മനസ്സിളക്കും എങ്ങെങ്ങും ഇതെല്ലാം തന്നെയാം സുഖം. മനസ്സിളക്കുന്ന കാര്യങ്ങൾ പലതും സംഭവിക്കും ജീവിതത്തിൽ. പക്ഷേ ഞാൻ പിടിച്ച മുകളിൽ 3 കൊമ്പ് സത്യസന്ധമായിട്ടുള്ള കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അതന്നെയാണ് എനിക്ക് സുഖം, അതന്നെയാണ് ആനന്ദം. എനിക്ക് ധൈര്യമായിട്ട് പറയാലോ, 2 മക്കളേനെ ഭഗവാൻ നല്ല നിലയിൽ കൊണ്ടുവന്നു. എനിക്ക് ഇരിക്കാനൊരു നല്ലൊരു വീടുണ്ട്. കുട്ടികൾ വലുതായി, മോൻ കുറച്ച് കാശൊക്കെ അയച്ചു കൊടുത്ത് അതിനൊക്കെ മോടി പിടിപ്പിച്ചു, ഗേറ്റും കാര്യങ്ങളും മതിലും ഒക്കെ നേരെയാക്കി തന്നിട്ടുണ്ട്. എൻ്റെ മോളുടെ വിവാഹം കഴിഞ്ഞ് ചെറിയൊരു എമൗണ്ട് ഞാൻ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മദറിലോ കുറച്ച് അസുഖം കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഒരു ദിവസം എൻ്റെ മകനോട് പറഞ്ഞു, കാർ പോർച്ചൊക്കെ വീടിനുണ്ട് മോനെ, പക്ഷേ അച്ഛനെ കൊണ്ടാവില്ല, അച്ഛനൊരു പെൻഷനറാണ്. അതുകൊണ്ട് എൻ്റെ മോൻ ജോലിയായിട്ട് വേണ്ടിവരും ഒരു കാറൊക്കെ വാങ്ങാൻ കാര്യമായിട്ട് അവർ പറഞ്ഞു. ഞാനും മിസ്സീസും അതിങ്ങനെ കേട്ടു. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ലഡ്ഡു പൊട്ടി. എനിക്ക് എന്താ ലഡ്ഡു പൊട്ടിയത്? ഈ വയസ്സായിട്ടുള്ള അമ്മായിയമ്മയ്ക്ക് ഒരു ജിലേബിയുടെ സ്വാദ് ഉണ്ടാക്കി കൊടുക്കണം. അതെങ്ങനെയാണ് എൻ്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടിയാൽ അമ്മായിയമ്മയ്ക്ക് ജിലേബി ആവുക? അങ്ങനെ വരുമ്പോൾ ഈ ഇൻസിഡൻറ്റ് കഴിഞ്ഞത് ഏറെക്കുറെ 2013 ആഗസ്റ്റ് മാസത്തിലാണ്. 2013 ജനുവരി 26-നാണ് എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞത്. അപ്പോൾ ആഗസ്റ്റ് 25 മാതൃഭൂമി പേപ്പറിൽ ഒരു പരസ്യം കണ്ടു, 90% ലോണ് കിട്ടും. അപ്പോൾ ഞാൻ ലോൺ സ്വാമി എന്നാണ് എൻ്റെ കുട്ടികൾ എന്നെ സന്തോഷമായിട്ട് വിളിക്കുക, ലോൺ സ്വാമി. അച്ഛൻ്റെ അയ്യരത്വം ബ്രാഹ്മണത്വം തന്നിട്ട് അങ്ങനെ ലോൺ സ്വാമി എന്നാണ് പറയുക. ലോൺ വാങ്ങാൻ എനിക്ക് യാതൊരു ഭയവുമില്ല. കാരണം എന്താ, കറക്റ്റായിട്ട് മടക്കി കൊടുക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഒരു 190 ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടതെടുത്തു. പിന്നെ ആ ഏജൻറ്റ് പറഞ്ഞു, ഞാൻ ചോദിച്ചു റെഡി ക്യാഷ് തന്നാൽ എന്തൊക്കെ ഗുണമുണ്ടാവും? അപ്പോൾ അയാൾ പറഞ്ഞു, ഒരു 345-ന് നിങ്ങൾക്ക് നല്ലൊരു വണ്ടി വീട്ടിൽ തരാമെന്ന് പറഞ്ഞു അയാൾ. എന്നാൽ ശരിയോട് പറഞ്ഞു. അപ്പോൾ 190 ബാങ്കിലുള്ള ഡിപ്പോസിറ്റും മിസ്സീസിൻ്റെ കുറച്ച് ഫണ്ടൊക്കെ ബാങ്കിൽ വെച്ച് റെഡി ക്യാഷിന് ഞാൻ ആഗസ്റ്റ് 28 ഒരു ബുധനാഴ്ച, അന്ന് അഷ്ടമി രോഹിണിയാണ്, അന്ന് തിരുനാവായയിൽ എനിക്കൊരു പ്രഭാഷണമുണ്ട്. ഞാൻ 12 മണിക്ക് വൈറ്റ് പിന്നെന്താണെന്നാ പറയുക,
ആൾട്ടോ 800 തരണം. 12 മണിക്ക് വണ്ടി എത്തി. ഊണൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ 2 മണിക്ക് പ്രഭാഷണത്തിന് പോയി. അതന്നെ ഉണ്ടായത്. അപ്പോൾ അതൊരു വാശി, നല്ല കാര്യത്തിന് വാശിയാവാം, നല്ല കാര്യത്തിന് വാശി. അപ്പോൾ എൻ്റെ അമ്മായിമ്മ പറഞ്ഞു, രാജ, ഞാൻ ഇത്രയൊന്നും ആലോചിച്ച് പറഞ്ഞതല്ല കുട്ടിക്ക് വിഷമമായി ചോദിച്ചു. ഇല്ല അമ്മേ, അമ്മയ്ക്ക് ആസ്പത്രിയിൽ പോകാനും വരാനൊക്കെ ഉതകുന്ന രീതിയിൽ ഒരു വാഹനം നമ്മൾ വീട്ടിലുണ്ടാവുന്നത് എനിക്കും ഒരു ഗമ്യമാണ്, പറഞ്ഞു നിർത്തി ഞാൻ. അപ്പോൾ എന്താ ഇതൊക്കെ പറയാൻ കാരണം? മനസ്സിനിളക്കം എങ്ങെങ്ങും ഇതെല്ലാം തന്നെയാം സുഖം എന്നോർത്തുവാണിടും വിണ്ണോർക്കിങ്ങെങ്ങ് എന്തുണ്ടറിളിടുവാൻ. ദേവന്മാർക്ക് എന്താ അതിൽ പറയാനുള്ളത്? ആകയാൽ ഇനി മഹായാ കാര്യങ്ങളാം നശ്വരങ്ങളിൽ. അപ്പോൾ ഈ മായാ നശ്വരങ്ങൾ, അനശ്വരങ്ങളൊക്കെ ഡിവൈൻ ആക്ടിവിറ്റീസാണ്. നേരെ മറിച്ച് ഈ ലൗകികത്തിൽ എല്ലാം മായാകാര്യങ്ങളാണ്. ആക്ഷേപങ്ങളെ ഉണ്ടാവുള്ളൂ, അനർത്ഥങ്ങളെ ഉണ്ടാവുള്ളൂ ലൗകികത്തിൽ. അതുകൊണ്ടാണ് ആകയാൽ ഇനി മായാകാരങ്ങളാം നശ്വരങ്ങളിൽ ഉറച്ച ദുർവാസനകൾ വേഗം വേരറ്റിടും വിധം. ഒരിക്കലും പൊട്ടിമുളയ്ക്കാത്ത വാസന വേരറക്കന്നെ. ഭഗവത് ശരണം ഭോജഭക്തിയാലാകെ നീങ്ങുവാൻ. ഒരു സെക്കൻഡേ ഉള്ളൂ. ആ ഒരു സെക്കൻഡ് ഈശ്വരാർപ്പണമായിട്ട് ജീവിക്കുക. ഭഗവത് ശരണം ഭോജഭക്തിയിലാകെ നീങ്ങുവാൻ വിശ്വകർത്താവിനെ തന്നെ ശരണം പോകിയിടുന്നു ഞാൻ. വിശ്വകർത്താവ്. എന്നോട് ഒരു സ്വാമി ചോദിച്ചു, എന്തുകൊണ്ട് മുമുക്ഷത്വത്തിന് വിഷ്ണുവിനെ ഭജിക്കണമെന്ന് താൻ പറഞ്ഞത്? സുബ്രഹ്മണ്യനോ ശിവനോ പോരെ ചോദിച്ചു. ഞാൻ പിന്നെ ഒരു സ്വാമി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിനോട്, അതായത് സ്വാമി ഈ സന്യാസി, അദ്ദേഹത്തിനോട് നമ്മൾ വ്യവഹാരം ചെയ്യുന്നത് ശരിയല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പ്രസ്താവനയ്ക്ക് സാക്ഷി ഇന്ന ഗ്രന്ഥം ഇന്ന പേജിൽ ഒരു പ്രസ്താവനയുണ്ട്, അതാണ് ഞാൻ വിവരിച്ചിട്ടുള്ളത്, അതിൽ ഞാൻ ഉറച്ചു നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിന് 2-3 ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി. പിന്നെ അദ്ദേഹം ഒന്നും പറഞ്ഞതുമില്ല, മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ വിഷ്ണു ബ്രഹ്മ, ശിവൻ ബ്രഹ്മ. അപ്പോൾ എന്നാൽ രുദ്രൻ എന്നുള്ള ഇതിൽ ഉണ്ടായിട്ടുള്ളതാണ്, അതിനേക്കാൾ മീതെയാണ് വിഷ്ണു, അങ്ങനെയും പറയാം. അപ്പോൾ വിശ്വകർത്താവിനെ, വിഷ്ണു വിശ്വകർത്താവാണ്, വിശ്വകർത്താവിനെ തന്നെ ശരണം പോകിടുന്നു ഞാൻ എന്നോർത്തു ഭഗവാൻ തന്നെ കനിഞ്ഞേകിയ ബുദ്ധിയാൽ. വായിച്ചു പഠിച്ചിട്ടുള്ള കുശാഗ്ര ബുദ്ധിയല്ല ഇത്, ആധ്യാത്മിക ബുദ്ധി. ആ ആധ്യാത്മിക ബുദ്ധി ഭഗവാൻ തരുന്നതാണ്, അത് കാശ് കൊടുത്താൽ കിട്ടണതല്ല. അപ്പോൾ എന്നോർത്ത് ഭഗവാൻ തന്നെ കനിഞ്ഞേകിയ ബുദ്ധിയാൽ ദേഹാദിരൂപം അജ്ഞാനം കൈവിട്ട് ആത്മസ്വരൂപനായി. ആത്മസ്വരൂപനാവുക എങ്ങനെ? ദേഹാദിരൂപവും അജ്ഞാനത്തോടും ബൈ പറയാൻ സാധിക്കണം. ഈ ശരീരം ഇന്നല്ലെങ്കിൽ നശിക്കും, ആര് ദുഃഖിച്ചാലും ആര് ദുഃഖിച്ചില്ലെങ്കിലും. അപ്പം ശരീരം നശിക്കുന്നു മനസ്സിലാക്കിയാൽ നമ്മളിതിൽ ദുഃഖിക്കാതെ ഇരിക്കുക. എപ്പോൾ വേണമെങ്കിൽ നശിച്ചോട്ടെ, ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. മനസ്സെവിടെ കൊടുക്കണം? ഈശ്വരെങ്കിൽ കൊടുക്കുക. അപ്പോൾ അവിടെ ഒന്നും നേടാനില്ല, ഒക്കെ നേടിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ദേഹാദിരൂപം അജ്ഞാനം കൈവിട്ട് ആത്മസ്വരൂപനായി. അശൂന്യമാണെങ്കിലും ഓർപ്പൂ ശൂന്യം. അശൂന്യമാണെങ്കിലും, ശൂന്യത ഇല്ലെങ്കിലും ശൂന്യത്തെ ഓർക്കും. അശൂന്യമാണെങ്കിലും ഓർപ്പൂ ശൂന്യം കണക്കേ വിജ്ഞാനികളും ചിലപ്പോൾ തെറ്റുപറ്റും. ചിലപ്പോൾ അതേ പരൻ നമ്മുടെ നന്ദഗോപാത്മജന്റെ കാരുണ്യം അവർണ്ണനീയം. നന്ദഗോപാത്മജൻ, നന്ദഗോപരുടെ മകൻ അല്ലേ? നന്ദഗോപാത്മജന്റെ കാരുണ്യം അവർണ്ണനീയം. ശ്രീകൃഷ്ണന്റെ ലീലാവിലാസങ്ങളെ അപാരതയുള്ളതാണ്. അത് ഇന്ന രീതിയിലാണെന്ന് എനിക്കറിയാമെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ വിചാരധാരകളെ മാറ്റിമറിച്ചും കൊണ്ട് നമ്മൾക്ക്
ഒരു മുള്ളു കുത്താതെ കണ്ട്, അല്ലെങ്കിൽ ഒരു തരി മണ്ണ് നമ്മുടെ ദേഹത്തിൽ വീഴാതെ കണ്ട് സശ്രദ്ധം 10 ദിക്കിൽ നിന്നും കാത്തു രക്ഷിച്ച് വരുന്നുണ്ടല്ലോ. ആ പരമാത്മ ചൈതന്യത്തിന് അനന്തകോടി നമസ്കാരം എന്ന് പറഞ്ഞ് ആനന്ദാശ്രുക്കൾ പൊഴിച്ച് മിണ്ടാണ്ടിരിക്കുക എന്നല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാനില്ല. ആനന്ദാശ്രുക്കൾ പൊഴിക്കണം. ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള വഴിപാട് ആനന്ദാശ്രുക്കളാണ്. ആനന്ദത്തിൽ കരയാം, ദുഃഖിച്ചുകൊണ്ട് കരയരുത്. അപ്പോൾ അശൂന്യമാണെങ്കിലും ഓർപ്പോ ശൂന്യം കണക്കെ വിജ്ഞാനികളും ചിലപ്പോൾ അതേ പരൻ നമ്മുടെ നന്ദഗോപാത്മജൻ്റെ കാരുണ്യം അവർണ്ണനീയം എന്ന് പറഞ്ഞ് 53-ാമത്തെ ശ്ലോകം അവസാനിച്ചു ആ സർഗത്തിൽ. ഇത് ശ്രീകൃഷ്ണ കഥാമൃതേ കലികൽമഷനാശിനേ വിഭൂതി കാണ്ഡേ 3-വിംശാധികദ്വിശതമഃ സർഗഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.